നമുക്ക് 110 സങ്കീർത്തനം 1-2 വാക്യങ്ങളെ കുറിച്ച് പുതിയ നിയമത്തിൽ നിന്നും ചില ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജനറലായിട്ട് ചില കാര്യങ്ങൾ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കർത്താവ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച്. പഴയ നിയമത്തിൽ യഹോവ എന്ന് പ്രയോഗിച്ചിരിക്കുന്ന പദത്തിന് പകരം പുതിയ നിയമത്തിൽ കർത്താവ് എന്ന് പരിപാടിപ്പെടുത്തിയിരുന്നു. യേശുവിനെയും സൂചിപ്പിക്കുന്നതിന് കർത്താവ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യഹോവയായ കർത്താവ് ആരാണെന്നും യഹോവയുടെ പുത്രനായ കർത്താവ് ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിൻ്റെ എല്ലാം പരിഭാഷ പോയിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം ഇവിടെ തന്നെ നമുക്ക് വായിക്കാം. 110 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യും. ഇതിന് പുതിയ നിയമത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു എന്നായിരിക്കും. ഈ കർത്താക്കന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ 110 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ യഹോവ എന്നാണ് പറഞ്ഞത്. യഹോവ ദാവീദിന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നതാണ്. ദാവീദ് യേശുവിനെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ കർത്താവെന്ന് വിശേഷിപ്പിക്കുമ്പോൾ കർത്താവ് ദാവീദിന്റെ പുത്രനാണെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗം, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി എന്നാണ്. അപ്പൊ ഇവിടെ ദാവീദിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നായിരുന്നു. ആ ദാവീദ് യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവെന്ന് വിളിച്ചിരിക്കുന്നു. ഇതെങ്ങനെയാണ് ഒക്കുന്നതെന്നാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗം ഒന്ന് പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 56 നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്ന് ഉള്ളതുകൊണ്ട് വിശ്വസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് യേശു ശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും സംസാരിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ചും പിതാവായ ദൈവത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു.
അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാൻ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്നാണ്. ഇവിടെ കർത്താവ് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാൻ ഉണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തു അബ്രഹാമിൻ്റെ മകനായി തീരുന്നത്? ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം നാം മനസ്സിലാക്കണമെങ്കിൽ പിതാവായ ദൈവം ആരാണെന്നും യേശുക്രിസ്തു ആരാണെന്നും കൃത്യമായ പരിജ്ഞാനം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ വാക്യങ്ങളുടെയൊക്കെ അർത്ഥം സ്പഷ്ടമായിട്ടും യുക്തിയുക്തമായിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളതാണ്. അപ്പോൾ അബ്രഹാമിനും ദാവീദിനു മുമ്പും അബ്രഹാമിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അപ്പോൾ ഇത് തെളിയിക്കാനായിട്ട് നമുക്ക് മറ്റൊരു വേദഭാഗം പരിശോധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന ഒരു വേദഭാഗം. ആദിയിൽ വചനമുണ്ടായിരുന്നു. ഇവിടെ ആദിയിൽ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിചാരിക്കുന്നത് പിതാവായ ദൈവത്തെ കുറിച്ചായി എഴുതിയിരിക്കുന്നതെന്നാണ്. പിതാവായ ദൈവത്തിന് ആദിയും അന്തവുമില്ല, ആരംഭവും അവസാനവുമില്ല. പിതാവായ ദൈവം എന്നും ഉള്ളവനാണ്. പിന്നെ അവിടെ ഒരു ആദിയുടെയും അവസാനത്തിൻ്റെയും കാര്യം പറയേണ്ട വിഷയമേയില്ല. അപ്പൊ ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെ ആദി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു എന്നാ പറഞ്ഞു. അതായത് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടെയാണ് സർവവും സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ സർവ സൃഷ്ട വസ്തുക്കളുടെയും ആരംഭമായിട്ട് വചനമുണ്ടായിരുന്നു എന്ന എഴുതി. വചനം എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ലോഗോസ് എന്ന അർത്ഥം. ലോഗോസ്, യേശു ദൈവത്തിൻ്റെ വചനം എന്നാണ് യേശുവിനെ വിശേഷിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവവും യേശുവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ പിതാവായ ദൈവം പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം യേശുക്രിസ്തുവിൽ കൂടെയാണ് എന്നുള്ളതാണ്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന കൊലോസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ അബ്രഹാമിനു മുമ്പും ദാവീദിനു മുമ്പും യേശുക്രിസ്തു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യം വെച്ചിട്ടാണ്. അബ്രഹാമിനു മുമ്പേ ഞാനുണ്ടായിരുന്നു എന്ന്. അപ്പം അന്ന് യേശുവിൻ്റെ പേര് ലോഗോസായിരുന്നു. അപ്പോൾ ഈ ലോഗോസായിരിക്കുന്ന യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കൽ ആദ്യം മുതലേ ഇരിക്കുന്നവൻ. ആ ഒരു സന്ദർഭത്തെ കുറിച്ചല്ല ഇവിടെ ഈ 110-ാം സങ്കീർത്തനം പറയുന്നു.
ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. ഇത് യേശുക്രിസ്തുവിൻ്റെ ലോഗോസായിരുന്ന അവസ്ഥയിൽ പിതാവ് അരുളി ചെയ്തിരിക്കുന്ന വസ്തുതകൾ അല്ല. അങ്ങനെയാണെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് തന്നെ കർത്താവിന് ഇരുന്നാൽ ഒന്നാം വരവെന്ന് പറയുന്ന ആ ഒരു ഘട്ടമായിട്ട് ഭൂമിയിലേക്ക് വരുവാൻ അസാധ്യമായിരുന്നു. ഈ സങ്കീർത്തനത്തിൽ പറയുന്ന ഈ വരവ് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്, യേശു രണ്ടാമത് വരുന്നത് മാനവരാശിക്ക് മറുവിലയുടെ പ്രയോജനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു എന്നെഴുതി. അപ്പോഴാണ് പിതാവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കാം. ആ പാദപീഠമാക്കുവാനുള്ള സമയം, സകലത്തെയും കീഴ്പ്പെടുത്തുവാനുള്ള സമയം വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ആ നിശ്ചിത ഘട്ടമാകുന്നത് വരെ നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ അധികാരമുള്ളവനായിട്ട് തന്നെ ഇരുന്നു കൊള്ളാനാണ്. ആ അധികാരം പ്രയോഗിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. അതിനായിട്ടുള്ള കൃത്യമായ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഒന്നാം വരവിൽ സമ്പാദിച്ച തൻ്റെ സഭയാണ്. 144,000 പേർ അടങ്ങുന്ന രാജകീയ പുരോഹിത കുലത്തിൻ്റെ, അതായത് മണവാട്ടി സഭയെക്കുറിച്ചാണ് നിന്റെ ജനം എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിൻ്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. പ്രഭാതത്തിലെ മഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിൽ തൻ്റെ ബലിമരണത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിലും അനുഗ്രഹത്തിലേക്കും രക്ഷയിലേക്കും വന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഈ സേനാ ദിവസത്തിൽ യുവാക്കളായ മഞ്ഞ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രത്യേക വിഭാഗം. നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്തുകളയും. ഇവിടെ ഈ ക്രോധ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ രാജവാഴ്ചയുടെ ആരംഭമെന്നാണ്. നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് തൻ്റെ വിശുദ്ധ ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമെന്നാണ്. ഇവിടെ അഗ്നി എന്ന് പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള അഗ്നിയല്ല, ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ഈ അഗ്നി സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും സകല ശത്രുക്കളെയും നശിപ്പിക്കുന്നതിന് വേണ്ടി വിശ്വാസവും അനുസരണമുള്ളവരെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു വരുന്നത്. അപ്പോൾ ആ സേനാ ദിവസത്തിൽ നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ് രാജാക്കന്മാരെ തകർത്ത് കളയും. ഇവിടെ താഴെ പറയുന്നത് യേശുവിൻ്റെ വലത്തുഭാഗത്ത് പിതാവായ ദൈവം ഇരുന്നുകൊണ്ട് തൻ്റെ ശക്തിയുടെ മഹാത്മ്യത്താൽ
സകല ശത്രുക്കളെയും കീഴടക്കുമെന്നാണ്. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാണ്. ഒടുവിലത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. അങ്ങനെ അനുഗ്രഹകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ ഭൂലോകത്തെ ജാതികളെ അവൻ ന്യായം വിധിക്കും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? സഹസ്രാബ്ദ രാജ്യത്തിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വിപരീതമായി വരുന്ന ആശയങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ച്, അനുസരണം കെട്ടവരെ സംബന്ധിച്ച, അനുസരണം കെട്ടവരെ രണ്ടാം മരണത്തിലേക്ക് തള്ളിക്കളയും എന്നുള്ളതാണ്. അതാണ് ശവങ്ങൾ കൊണ്ട് നിറയ്ക്കുമെന്ന് പറയും. അനുസരിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ നിത്യജീവൻ പ്രാപിച്ച് എക്കാലവും ജീവിക്കാൻ കഴിയും. അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും. പിശാചിൻ്റെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന ശീഘ്രനാശത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും. നമ്മുടെ കർത്താവിയുടെ ഒന്നാം വരവിൽ വന്നപ്പോൾ തന്നെ പിശാച് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ മുഴുവൻ മഹത്വം അവനെ കാണിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം എങ്കൽ കരമേൽപ്പിച്ചിരിക്കുന്നു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ ഇതിൻ്റെ അധികാരവും നിനക്ക് നൽകാം എന്ന് കർത്താവ്. ആ പിശാചിനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തകർത്ത് കളയുന്ന ഒരു ന്യായവിധിയാണ് ഇവിടെ. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അങ്ങനെ പോകുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ടാകും. അതെല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കും.